പർവ്വതങ്ങളും മഞ്ഞും പച്ചപ്പും ചേർന്ന് നിൽക്കുന്ന നീലഗിരികളുടെ ഹൃദയത്തിൽ കാലത്തിന്റെ അടയാളങ്ങൾ ഇന്നും ജീവനോടെ സൂക്ഷിച്ചു നിൽക്കുന്ന ഒരു സ്മാരകസ്ഥലം. അതാണ് തോട മ്യൂസിയം. ഇത് ഒരു സാധാരണ മ്യൂസിയം മാത്രമല്ല, ഒരു ജനതയുടെ ജീവിതരീതി, അവരുടെ സംസ്കാരം, അവരുടെ വിശ്വാസം, അവരുടെ കരകൗശല പാരമ്പര്യം, അവരുടെ കാലയാത്ര, ഇവയെല്ലാം ഒറ്റ ഇടത്ത് നിശബ്ദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവനോടെ നിലനിൽക്കുന്ന ചരിത്രം തന്നെയാണ് ഇത്. ഈ വീഡിയോയിലൂടെ തോട സമൂഹത്തിന്റെ ജീവിതത്തിലേക്ക്, അവരുടെ പാരമ്പര്യത്തിലേക്ക്, അവരുടെ ലോകത്തിലേക്ക് നമുക്ക് ഒന്ന് നടന്നെത്താം. മ്യൂസിയത്തിനകത്ത് കടക്കുന്ന ആദ്യ നിമിഷം മുതൽ തന്നെ ഇത് ഒരു സാധാരണ പ്രദർശനശാലയല്ലെന്ന് മനസ്സിലാകും. ഓരോ മൂലയും, ഓരോ അലമാരയും, ഓരോ പ്രദർശന വസ്തുവും ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുസ്തകങ്ങളിൽ വായിച്ചറിയുന്ന ചരിത്രം ഇവിടെ കണ്ണുകൾക്ക് മുമ്പിൽ രൂപം കൊള്ളുന്നു. തോട ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനവധി വസ്തുക്കൾ, അവരുടെ വീട്, വസ്ത്രം, ഭക്ഷണം, ഉപകരണങ്ങൾ, ആചാരങ്ങൾ, കൃഷി, സംഗീതം, വിശ്വാസങ്ങൾ എല്ലാം അതീവ മനോഹരമായി ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു. ഇത് വെറും പഴയ വസ്തുക്കളുടെ ശേഖരമല്ല, ഒരു ജനതയുടെ ആത്മാവിനെ സൂക്ഷിച്ചിരുന്ന ഒരു ഇടമാണ്. ഈ മ്യൂസിയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗങ്ങളിൽ ഒന്നാണ് തോട ജനതയുടെ ജീവിതരൂപങ്ങളെ ജീവിക്കുന്നതുപോലെ കാണിച്ചിരിക്കുന്ന മാനവരൂപങ്ങൾ. അവരുടെ പരമ്പരാഗത വസ്ത്രധാരണം, ശരീരഭാഷ, മുഖഭാവങ്ങൾ എല്ലാം ചേർന്ന് ഒരു നിമിഷത്തേക്ക് നമ്മളെ തന്നെ അവരുടെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. തോട സമൂഹം നീലഗിരികളുടെ ഏറ്റവും പ്രാചീനമായ ആദിവാസി സമൂഹങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. പ്രകൃതിയോടൊപ്പം ചേർന്ന് ജീവിക്കുക, സരളതയിൽ സമ്പന്നത കണ്ടെത്തുക, സംരക്ഷണത്തെ ജീവിതത്തിന്റെ ഭാഗമായി കാണുക, ഇവയൊക്കെയാണ് അവരുടെ ജീവിതത്തിന്റെ ആധാരം. അവരുടെ ജീവിതരീതി കണ്ടാൽ മനസ്സിലാകും, സാങ്കേതിക വിദ്യ ഇല്ലാത്ത കാലത്തുപോലും ജീവിതം എത്ര സമ്പൂർണമായിരുന്നു എന്ന്. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ നോക്കുമ്പോൾ തോട സമൂഹത്തിന്റെ ദൈനംദിന ജീവിതം എത്ര ക്രമബദ്ധമായിരുന്നുവെന്ന് മനസ്സിലാക്കാം. കൃഷിക്കും വീട്ടുപണികൾക്കും മൃഗസംരക്ഷണത്തിനും ഭക്ഷ്യസംഭരണത്തിനും വിവിധ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഇവിടെ വളരെ സൂക്ഷ്മമായി സംരക്ഷിച്ചിരിക്കുന്നു. മരത്തിൽ നിന്നുമുള്ളോ, മുളയിൽ നിന്നുമുള്ളോ, ലോഹത്തിൽ നിന്നുമുള്ളോ, കൈകൊണ്ട് നിർമ്മിച്ചിരുന്ന ഓരോ വസ്തുവിലും ഉപയോഗ പ്രാധാന്യവും സൗന്ദര്യബോധവും ഒരുപോലെ കാണാം. ഇന്നത്തെ യന്ത്രലോകത്തിൽ ഒരു ബട്ടൺ അമർത്തിയാൽ കിട്ടുന്ന സൗകര്യങ്ങൾക്കു മുൻപ് മനുഷ്യർ എത്രയോ കരങ്ങളാൽ, ക്ഷമയാൽ, കൗശലത്താൽ ജീവിതം നിർമ്മിച്ചിരുന്നതിന്റെ തെളിവുകളാണ് ഇവ. ഈ ചെറിയ ഉപകരണങ്ങൾ വാസ്തവത്തിൽ വലിയൊരു ജീവിതരീതിയിലെ പ്രതീകങ്ങളാണ്. തോട സമൂഹത്തിന്റെ വീട്ടുവിശേഷങ്ങളും ഭക്ഷണരീതിയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാന വിഭാഗമാണ് ഇവിടെ കാണുന്ന മൺപാത്രങ്ങളും സംഭരണ പാത്രങ്ങളും. ഭക്ഷണം പാകം ചെയ്യാനും ധാന്യങ്ങൾ സൂക്ഷിക്കാനും പാൽ, വെള്ളം, മറ്റ് അവശ്യവസ്തുക്കൾ സംരക്ഷിക്കാനുമായി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ ഇവിടെ കാണാം. ഒരു പാത്രം പോലും വെറും ഉപകരണമല്ല, അതൊരു ജീവിതശൈലിയെ പ്രതിനിധീകരിക്കുന്ന വസ്തുവാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്ന ഒരു സമൂഹം. വസ്തുക്കൾ ഉപഭോഗത്തിനായി മാത്രം അല്ല, ദീർഘകാല ഉപയോഗത്തിനായും നിർമ്മിച്ചിരുന്നതായി ഇവയെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മണ്ണിനോടുള്ള ബന്ധം ജീവിതത്തോടുള്ള ബന്ധം തന്നെയായിരുന്നു. മ്യൂസിയത്തിന്റെ അടുത്ത ഭാഗങ്ങളിൽ കാണുന്നത് ഒരു കുടുംബത്തിന്റെ അകത്തുള്ള ജീവിതം പറഞ്ഞുതരുന്ന ചെറുതും വിലപ്പെട്ടതുമായ വസ്തുക്കളാണ്. വീട്ടിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, സംഭരണ സാമഗ്രികൾ, കൈകൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ, ചിലപ്പോൾ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വരെ, ഇവയെല്ലാം ചേർന്ന് ഒരു സമൂഹത്തിന്റെ ജീവിത സംസ്കാരം രൂപപ്പെടുന്നത്. ഇന്ന് സാധാരണയായി തോന്നുന്ന പല വസ്തുക്കൾക്കും അന്നത്തെ കാലത്ത് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഓരോ വസ്തുവിനും ഒരു ഉപയോഗം മാത്രമല്ല, ഒരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. അവയിൽ ചിലത് ഒരു കുടുംബത്തിന്റെ ഓർമ്മകളായിരിക്കാം, ചിലത് തലമുറകളിലൂടെ കൈമാറപ്പെട്ട പൈതൃകമായിരിക്കാം. അതുകൊണ്ടുതന്നെ ഇവിടെയുള്ള ഓരോ വസ്തുവും ഒരു ശബ്ദമില്ലാത്ത കഥയാണ്. ജീവിതം നിലനിർത്താൻ ആവശ്യമായ അടിസ്ഥാന കഴിവുകൾ തോട സമൂഹം തലമുറകളായി കൈമാറിയിരുന്നത് പ്രകൃതിയോടൊത്ത് ചേർന്ന രീതിയിലായിരുന്നു.
ഇവിടെ കാണുന്ന ഉപകരണങ്ങളിൽ നിന്ന് അവരുടെ തൊഴിൽ രീതിയും ഭൂമിയുമായുള്ള ബന്ധവും കൈവേലയോടുള്ള അടുപ്പവും വ്യക്തമായി കാണാം. കൃഷി, സംരക്ഷണം, ശേഖരണം, വീട് നിർമ്മാണം, ദൈനംദിന പരിപാലനം എല്ലാം സ്വയം പര്യാപ്തമായ ഒരു ജീവിത രീതിയുടെ ഭാഗമായിരുന്നു. ഇന്നത്തെ ലോകം സസ്റ്റൈനബിൾ ലിവിംഗ് എന്ന് വിളിക്കുന്ന പല ആശയങ്ങളും അവർ കാലങ്ങളായി പ്രായോഗികമായി ജീവിച്ചിരുന്നുവെന്നത് ഇവിടത്തെ ഓരോ പ്രദർശനവും നമ്മളെ പഠിപ്പിക്കുന്നു. ഈ മ്യൂസിയത്തിലെ ഏറ്റവും മനോഹരവും വിവരസമ്പന്നവുമായ ഭാഗങ്ങളിൽ ഒന്നാണ് തോഡരുടെ പരമ്പരാഗത വീടുകളുടെ മാതൃകകൾ. ഈ ചെറിയ മോഡലുകൾ വെറും നിർമ്മിതികൾ മാത്രമല്ല, ഒരു ജനതയുടെ വാസ്തുവിദ്യയും കാലാവസ്ഥയോടുള്ള അവരുടെ ബുദ്ധിപരമായ ഇടപെടലും വളരെ വ്യക്തമായി കാണിക്കുന്ന തെളിവുകളാണ്. മലയോര കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രൂപകൽപ്പന, ലളിതമായെങ്കിലും സുരക്ഷിതമായ നിർമ്മാണം, പ്രകൃതിയോട് ചേർന്ന ജീവിതരീതി ഇവയെല്ലാം ഈ വീടുകളുടെ രൂപത്തിൽ തന്നെ വായിക്കാനാകും. ഒരു വീടെന്നത് കേവലം താമസസ്ഥലം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ സംരക്ഷണം, വിശ്വാസം, അടയാളം, ജീവിതരീതി എല്ലാം ചേർന്നതാണ്. അതുകൊണ്ടുതന്നെ ഈ വീടുകളുടെ മാതൃകകൾക്ക് ചരിത്രപരമായും സാംസ്കാരികമായും വലിയ വിലയുണ്ട്. തോഡ സമൂഹത്തിന്റെ ശക്തി അവരുടെ വ്യക്തിഗത ജീവിതത്തിൽ മാത്രമല്ല, അവരുടെ സമൂഹബന്ധങ്ങളിലൂടെ കുടുംബഘടനയിലൂടെയാണ്. ഒന്നിച്ചുള്ള ജീവിതം, പരസ്പര ആശ്രയം, തലമുറകളിലൂടെ അറിവ് കൈമാറൽ, വയോധികരെ ബഹുമാനിക്കൽ, സംസ്കാരത്തെ സംരക്ഷിക്കൽ ഇവയെല്ലാം അവരുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു. ഒരു സമൂഹത്തെ മനസ്സിലാക്കാൻ അവരുടെ വീടുകളും ഉപകരണങ്ങളും മാത്രം മതി എന്നില്ല. അവരുടെ ബന്ധങ്ങൾ, ഓർമ്മകൾ, കൂട്ടായ്മ, ജീവിതത്തെ കാണുന്ന ദൃഷ്ടികോണം ഇവയും മനസ്സിലാക്കണം. ആ നിലയ്ക്ക് ഈ മ്യൂസിയം വെറും വസ്തുക്കൾ കാണിക്കുന്നില്ല, ഒരു സമൂഹത്തിന്റെ ആത്മാവിനെയാണ് പരിചയപ്പെടുത്തുന്നത്. മ്യൂസിയത്തിലെ മറ്റൊരു അതിമനോഹരമായ ഭാഗമാണ് ഇവിടെ കാണുന്ന ഫോട്ടോകളും കലാപ്രദർശനങ്ങളും. പഴയ ചിത്രങ്ങൾ, ജീവിതത്തിന്റെ യഥാർത്ഥ നിമിഷങ്ങൾ, സംസ്കാരത്തിന്റെ അടയാളങ്ങൾ, ആളുകൾ, ആചാരങ്ങൾ, വസ്ത്രങ്ങൾ, വീടുകൾ, കാലത്തിന്റെ രേഖകൾ ഇവയെല്ലാം ചേർന്ന് തോഡ സമൂഹത്തിന്റെ ദൃശ്യചരിത്രം നമ്മളുടെ മുന്നിൽ തുറന്നുവയ്ക്കുന്നു. ചില ചിത്രങ്ങൾ നമ്മളെ ആകർഷിക്കും, ചിലത് ചിന്തിപ്പിക്കും, ചിലത് ഒരു കാലഘട്ടത്തിന്റെ മൗനം കേൾപ്പിക്കും. ഒരു സമൂഹത്തെ രേഖപ്പെടുത്തുക എന്നത് അവരുടെ ഇപ്പോഴത്തെ ജീവിതം മാത്രം കാണിക്കൽ അല്ല, അവരുടെ ഓർമ്മകളെ ഭാവിയിലേക്ക് കൈമാറലുമാണ്. അതുകൊണ്ടുതന്നെ ഈ ഗാലറി ഒരു പ്രദർശനമല്ല, ഒരു തലമുറയുടെ ശ്വാസമാണ്. ഒരു മ്യൂസിയം സന്ദർശനം പലപ്പോഴും പഴയ വസ്തുക്കൾ കാണുന്നതായി മാത്രം തോന്നാം. പക്ഷേ ഇത്തരം ഇടങ്ങളിൽ നടക്കുമ്പോൾ മനസ്സിലാകുന്നത് ചരിത്രം എന്നത് പുസ്തകങ്ങളിൽ അടഞ്ഞുകിടക്കുന്ന ഒന്നല്ല എന്നതാണ്. അത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ കഥയാണ്. അവരുടെ ചിരി, അവരുടെ പണി, അവരുടെ വീട്, അവരുടെ വിശ്വാസം, അവരുടെ ജീവിതമൊക്കെയാണ് ചരിത്രം. തോഡ മ്യൂസിയം നമ്മളെ പഠിപ്പിക്കുന്നത് സംസ്കാരത്തെ സംരക്ഷിക്കുന്നത് എന്നത് പഴയ വസ്തുക്കളെ സൂക്ഷിക്കുന്നത് മാത്രം അല്ല, ഒരു ജനതയുടെ ആത്മാവിനെ മറക്കാതിരിക്കുക എന്നതാണ്. കാലം മാറാം, ജീവിത രീതികൾ മാറാം, ലോകം മുന്നോട്ടു പോകാം. പക്ഷേ തലമുറകളുടെ പൈതൃകം സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ഒരു സമൂഹം തന്റെ യഥാർത്ഥ അടയാളം നഷ്ടപ്പെടുത്താതെ നിലനിൽക്കുന്നത്. തോഡ മ്യൂസിയം ഒരു മ്യൂസിയം മാത്രമല്ല, അത് ഒരു ജനതയുടെ ഓർമ്മയാണ്, ഒരു സംസ്കാരത്തിന്റെ ശ്വാസമാണ്, ഒരു ചരിത്രത്തിന്റെ ജീവിച്ചിരിക്കുന്ന സാക്ഷിയാണ്.